ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിഷ് ടാങ്കിലെ വെള്ളം അതിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ക്ലീനിങ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആവും. സിഫോണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയാണ് ചെയ്യുന്നത്. നമുക്ക് സിഫോണിംഗ് ട്യൂബ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സാധാരണ ട്യൂബ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഫിഷ് ടാങ്ക് ഇല്ല, പകരം ഞാനൊരു ബക്കറ്റിലാണ് മീനിനെ ഇട്ട് വെച്ചേക്കുന്നത്. അതിലൊരു ആമ്പലുണ്ട്. അപ്പം ആമ്പലിലുള്ള വെള്ളത്തിൽ കൊതുക് വന്ന് മുട്ടയിട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ മീനെ നിർത്തിയേക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു ബക്കറ്റിലാണ് മീനിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ ഈ ബക്കറ്റ് ബാൽക്കണിയിലാണ് വെച്ചേക്കുന്നത്. അവിടെ നിന്ന് ബക്കറ്റ് എടുത്തുകൊണ്ട് അകത്ത് പോയി അതിൽ വെള്ളം മാറ്റി മീനിനെ മാറ്റി അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി മൊത്തം പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലപ്പോഴും വളരെ എന്താ പറയുക റെയറായിട്ട് അത് ക്ലീൻ ചെയ്യാറുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായത്. അപ്പോൾ ഈ പരിപാടി അറിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. ഭയങ്കര ഈസിയായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിഫോണിംഗ് ട്യൂബ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നെറ്റ് പോലൊരു സംഭവമുണ്ട്. അപ്പം കുറച്ച് അഴുക്കുകളൊക്കെ ഇങ്ങനെ കയറി വരും. കുഞ്ഞു മീനും കയറി വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ എടുത്ത വെള്ളം കളയുന്നതിന് മുമ്പ് അതിനകത്ത് മീൻ വെള്ളം കയറി വന്നിട്ടുണ്ടോ നോക്കണം. കുഞ്ഞു മീനാണ്, വലുതൊന്നും വരത്തില്ല. ഇതാണ് മറ്റേ നമ്മൾ പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ എൻഡാണ് നമ്മൾ ബക്കറ്റിലേക്ക്, അതായത് ഒഴിക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇതിനകത്തുള്ള എയർ മാറ്റുമ്പോൾ ആ വെള്ളം ഈ കയറി വരുവാണ് ചെയ്യുന്നത്. ഒരു തവണ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ സോഴ്സ്, അതായത് നമ്മുടെ അക്വേറിയം അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് കുറച്ചൊരു ഉയരത്തിലായിരിക്കണം. എടുത്ത് വെക്കുന്ന വെള്ളം ബക്കറ്റിൻ്റെ കുറച്ച് പൊക്കത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ബക്കറ്റ് അക്വേറിയം ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം. ക്ലീനിങ് അല്ല, വെള്ളം എങ്ങനെ മാറ്റുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ബക്കറ്റ് അക്വേറിയം. അപ്പോൾ ഇതിനകത്ത് മീനുണ്ട്. ഞാൻ കാണിച്ചു തരാം. മീൻ കാണുന്നുണ്ടോ? മീൻ കാണുന്നുണ്ടോ? ഇത് ആമ്പലാണ്. അപ്പോൾ ഇതിലുള്ള വെള്ളമാണ് ഞാനിപ്പോൾ മാറ്റി കാണിക്കാൻ പോകുന്നത്. ഈ ബക്കറ്റ് ഇതാണ്, ഇതിനകത്തേക്കാണ് ഞാൻ ഇത് ഇടാൻ പോകുന്നത്. അപ്പം ഈ എൻഡാണ് ഇടാൻ പോകുന്നത്. ബക്കറ്റ് ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പ്രസ് ചെയ്തിട്ട് താഴോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം വന്നു തുടങ്ങി അല്ലേ? ഇപ്പൊ ഞാൻ പ്രസ് ചെയ്യുന്നില്ല. ഒരു തവണ വെള്ളം വന്നു തുടങ്ങി കഴിഞ്ഞാൽ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മള് ഇതിന്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണം. വെള്ളം കംപ്ലീറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബക്കറ്റിൽ 2 കുഞ്ഞു മീന് വന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇതിൽ മീനെടുത്ത് മാറ്റിട്ട് വേണം എനിക്ക് ഈ വെള്ളം ഡിസ്പോസ് ചെയ്യാൻ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവിടെ താഴെ കുറച്ച് ചെടികളുണ്ട്. അപ്പം ഞാൻ ഇത് ഉപയോഗിച്ച് ഈ വെള്ളം തന്നെ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ഈസി മെത്തേഡും ഉണ്ട്. പക്ഷെ കുഞ്ഞു മീനുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഇത് നടക്കത്തില്ല. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ സിഫോണിംഗ് ട്യൂബ് വാങ്ങിയത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തായാലും ഉപയോഗിച്ച് നോക്കുക. വളരെ ചീപ്പാണ് ഈ സാധനം. ഇതിലൊരു ട്യൂബ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്, ബൈ.